അമീൻ, ആറ്റിങ്ങൽ അടൂർ പ്രകാശിനൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ് എന്നുള്ള ഒരു ആത്മവിശ്വാസം അത് കുറച്ച് അമിതമായി തന്നെ ഉണ്ട് UDF ക്യാമ്പിന്. അതുകൊണ്ട് തന്നെ പ്രചാരണത്തിലേക്ക് അത്ര വലിയ സജീവമായി ഇറങ്ങിയില്ലെങ്കിൽ പോലും വിജയം ഉറപ്പാണെന്നൊക്കെ ആദ്യഘട്ടത്തിൽ അവർ കരുതിയിരുന്നു. പക്ഷേ MLA-യും കേന്ദ്രമന്ത്രിയും ഒക്കെ കളത്തിലിറങ്ങുന്ന ഒരു സാഹചര്യം കൂടി വന്നപ്പോൾ എങ്ങനെയാണ് UDF ക്യാമ്പിന്റെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ നിലനിർത്താൻ കഴിയുമോ? സുജിയ, പോരാട്ടങ്ങളുടെ രണഭൂമിയാണ് ആറ്റിങ്ങൽ. പല വമ്പന്മാരും മത്സരരംഗത്തിറങ്ങി വാഴുകയും വീഴുകയും ഒക്കെ ചെയ്ത പാരമ്പര്യമുള്ളൊരു മണ്ഡലം കൂടിയാണ്. ഇത് മാത്രമല്ല, ഈ മണ്ഡലത്തിന് പൊതുവെ ഒരു ഇടത് സ്വഭാവമുണ്ട് താനും. അത്തരമൊരു മണ്ഡലം പിടിക്കുന്നതിന് കഴിഞ്ഞ തവണ അടൂർ പ്രകാശിനെ കോൺഗ്രസ് UDF നിയോഗിക്കുമ്പോൾ അത് കൃത്യമായ കണക്കുകൂട്ടലുകളോടെ തന്നെയായിരുന്നു. കാരണം കോന്നി എന്ന് പറയുന്ന ഇടത് കോട്ട പിടിച്ചെടുക്കുന്നതിനായി നിയമസഭയിലേക്ക് കോൺഗ്രസ് നിയോഗിച്ചത് അടൂർ പ്രകാശിനെയായിരുന്നു. അടൂർ പ്രകാശ് ആ ഇടത് കോട്ടയായ കോന്നിയിൽ മത്സരിക്കാനിറങ്ങുമ്പോൾ വിജയിച്ചു എന്ന് മാത്രമല്ല, ആ ഇടത് കോട്ടയെ UDF-ന്റെ കോട്ടയാക്കി മാറ്റാൻ തുടർച്ചയായി 5 വർഷം ഒപ്പം നിർത്താൻ അടൂർ പ്രകാശിനായിട്ടുണ്ട്. അങ്ങനെ തിരഞ്ഞെടുപ്പിൽ കൃത്യമായൊരു പോൾ മാനേജറായിട്ടുള്ള അടൂർ പ്രകാശിനെ കഴിഞ്ഞ തവണ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് കോൺഗ്രസ് നിയോഗിക്കുമ്പോൾ ആ മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അവർ ലക്ഷ്യം വെച്ചിരുന്നത്. ആ ലക്ഷ്യം പൂർത്തീകരിക്കുകയും ചെയ്തു, പൂവണിയുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണയും അതിനൊരു മാറ്റവും ഉണ്ടാകില്ല എന്നുള്ള ഉറച്ച പ്രതീക്ഷ തന്നെയാണ് UDF ക്യാമ്പിനുള്ളത്. അതിന് ചില കാരണങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ UDF-ന്റെ ഒരു കണക്കുകൂട്ടൽ അനുകൂല ഘടകങ്ങളായി അവർ കാണുന്നത്, മണ്ഡലത്തിന് പുറത്തുനിന്ന് മണ്ഡലത്തിലേക്ക് വന്നു ഏതാണ്ട് 38,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ അടൂർ പ്രകാശ് അവിടെ വിജയിച്ചത്. സമ്പത്തിനെയാണ് പരാജയപ്പെടുത്തിയത്, മലർത്തിയടിച്ചത് എന്ന് മാത്രമല്ല, അങ്ങനെ വരുമ്പോൾ കൃത്യമായൊരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി എന്താണ് എന്നുള്ളത് അടൂർ പ്രകാശിനറിയാം. ഒപ്പം ഒരു ഇടത് കോട്ടയിൽ വരുമ്പോൾ അവിടെ സംഘടനാ സംവിധാനം കുറച്ചുകൂടി ചടുലമാക്കേണ്ടതുണ്ട്. ആ സംഘാടന മികവോടുകൂടി അടൂർ പ്രകാശ് സംഘടനാ സംവിധാനങ്ങൾ അവിടെ കെട്ടിപ്പടുക്കുകയും ചെയ്തു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. തുടർന്നിങ്ങോട്ടുള്ള 5 വർഷം മണ്ഡലത്തിലെ സ്വന്തക്കാരനായി, മണ്ഡലത്തിന് പുറത്തുനിന്ന ആളാണെങ്കിലും മണ്ഡലത്തിൻ്റെ മുക്കുമൂലകൾ അറിയുന്ന, മണ്ഡലത്തിൻ്റെ വിഷയങ്ങൾ അറിയുന്ന, പ്രശ്നങ്ങൾ അറിയുന്ന ഒരാളായി മാറാൻ അടൂർ പ്രകാശിനായി എന്നുള്ളതാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. അതോടൊപ്പം കഴിഞ്ഞ കുറേ നാളുകളായി ആറ്റിങ്ങലിൻ്റെ പരാതിയായിരുന്നു, ആറ്റിങ്ങലുള്ള ഈ ഗതാഗത കുരുക്ക് അതിരൂക്ഷമായിരുന്നു. അവിടെ ഒരു ഫ്ലൈ ഓവർ വേണമെന്നുള്ള ആവശ്യം കാലങ്ങളായി ഉണ്ടായിരുന്നു. ആറ്റിങ്ങലിന് എന്തിനൊരു ഫ്ലൈ ഓവർ എന്നൊരു ചോദ്യമായിരുന്നു മുൻ MP ആയിരുന്ന സമ്പത്ത് ചോദിച്ചിരുന്നത്. അത് ആളുകളെ ചൊടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ വോട്ട് തേടി വരുമ്പോൾ അടൂർ പ്രകാശ് മുന്നോട്ട് വെച്ച ഒരു വാഗ്ദാനം ഈ പറയുന്ന ഫ്ലൈ ഓവർ അല്ലെങ്കിൽ ഗതാഗത കുരുക്കിനൊരു പരിഹാരം എന്നുള്ള ഉറപ്പായിരുന്നു. ആ ഉറപ്പ് പൂർണ്ണതയിലേക്ക് എത്തിയില്ലെങ്കിലും അതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കാനായിട്ടുണ്ട്. ആ പണികൾ ഇപ്പോഴും പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായും വർഷങ്ങളായി ആറ്റിങ്ങലുകാർ നേരിട്ട് കൊണ്ടിരുന്ന ഒരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ അതിന് പരിഹാരം അല്ലെങ്കിൽ അതിനൊരു ചുവടുവെപ്പ് നടത്താനായി എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണ അടൂർ പ്രകാശും അതുപോലെ തന്നെ കോൺഗ്രസും UDF-ഉം അവിടെ വോട്ട് തേടുന്നത്. ഒപ്പം ന്യൂനപക്ഷ മണ്ഡലങ്ങൾ, അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗങ്ങൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ, സാമുദായിക സമവാക്യങ്ങളൊക്കെ ഏറെ നിർണായകമായിട്ടുള്ളൊരു മണ്ഡലം കൂടിയാണ്, സ്വാധീനിക്കുന്നൊരു മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ. ഈ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ളവരാവട്ടെ, ന്യൂനപക്ഷ വിഭാഗം ആവട്ടെ, അവരുടെയൊക്കെ പിന്തുണ പൂർണ്ണമായും ആർജിക്കാൻ കെൽപ്പുള്ളൊരു സ്ഥാനാർത്ഥി കൂടിയാണ് അടൂർ പ്രകാശ് എന്നുള്ള പൂർണ്ണ വിശ്വാസം ആളുകൾക്കുണ്ട്. ഒപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അതായത് BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വരരുത് എന്നാഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം തിങ്ങിപ്പാർക്കുന്നൊരു മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ മണ്ഡലം. അവരുടെ വോട്ട് ആർക്ക് പോകുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ വോട്ടുകൾ പെട്ടിയിലാക്കാനാണ് ഒരുപോലെ UDF-ഉം LDF-ഉം ശ്രമിക്കുന്നത്. അവിടെ ഒരല്പം മേൽക്കൈ, ഒരു നേരിയ എഡ്ജ് തങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസവും പ്രതീക്ഷയും UDF ക്യാമ്പിനുമുണ്ട്. എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയാകട്ടെ BJP ആകട്ടെ, BJP സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് മുരളീധരൻ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ജോയ് മണ്ഡലത്തുകാരനുമാണ്. അവരൊക്കെ നേരത്തെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്ത് സജീവമാവുകയും ചെയ്തു. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഏതാണ്ട് 2 ആഴ്ച വൈകിയാണ് അടൂർ പ്രകാശ് പ്രചരണ രംഗത്തേക്ക് വരുന്നത്. പക്ഷെ അതിന് കൃത്യമായ മറുപടി അദ്ദേഹത്തിനുണ്ട്. അങ്ങനെയാണെങ്കിൽ അല്ലമീൻ പറഞ്ഞതുപോലെയാണോ അടൂർ പ്രകാശിനോട് നമ്മൾ ഈ ചോദ്യം ചോദിച്ചിരുന്നു? അല്ലമീൻ അടൂർ പ്രകാശിന്റെ ഒരു പ്രചാരണ രീതി ഇങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് പറയുമ്പോൾ സുനിഷയ്ക്കും അഞ്ജുവിനും അവരുടെ സ്ഥാനാർത്ഥികളെ പറ്റി പറയാൻ വിയോജിപ്പുകൾ ഉണ്ടാകും. അതിനു മുൻപ് സാക്ഷാൽ അടൂർ പ്രകാശ് അല്ലമീൻ പറഞ്ഞത്ര ശക്തമായി വാദിക്കുന്നുണ്ട് എന്ന് നമുക്കൊന്ന് കേട്ടുവരാം. അടൂർ പ്രകാശിന് പറയാനുള്ളത് കൂടി ഒന്ന് കേൾക്കാം. 5 തവണ കോന്നിയിൽ മത്സരിച്ചു, 6ാമത്തെ തവണ ഞാൻ ഇവിടെ മത്സരിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ആർക്കും ഒരു വിശ്വാസവും ഇല്ലായിരുന്നല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിക്കും എന്നതിനെക്കുറിച്ച് ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. എല്ലാവരും എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാണ് ഞാൻ പോയത്. ജനങ്ങൾ അക്കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നോടൊപ്പമുണ്ട്, എന്നെ സഹായിക്കും എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. ജനങ്ങളാണ് തനിക്കൊപ്പം ഉണ്ടായിരുന്നത്, നിങ്ങളൊക്കെ അങ്ങനെയല്ലേ പറഞ്ഞത്? അല്ലമീനോട് കൂടിയാണ് ആ ചോദ്യം.
തീർച്ചയായിട്ടും. കാരണം ഒരു ഇടത് കോട്ടയിലേക്ക് ഒരാൾ വരുമ്പോൾ, കാലങ്ങളായി ഇടതുപക്ഷം കൈപ്പിടിയിൽ ഒതുക്കിയ ഒരു മണ്ഡലത്തിലേക്ക് ഒരാൾ വരുമ്പോൾ അവിടെ എത്രത്തോളം വിജയസാധ്യത എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അങ്ങനെ തൻ്റെ വരവിൽ, തൻ്റെ വിജയത്തിൽ സംശയമുള്ളവർക്കൊക്കെ ഞാൻ വിജയിച്ചു കാണിച്ചില്ലേ, ഇത്തവണയും അത് തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് അടൂർ പ്രകാശിന്റെ വാക്കുകളിൽ. കോൺഫിഡൻസ് അടൂർ പ്രകാശിനുണ്ട്. താങ്ക് യു അലമീൻ. നമുക്ക്